റൗളയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 45 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് അതിൽ മക്കളുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നിന്നും അതാ വിവാഹം കഴിക്കുകയാണ്. അവസാനം ഓർമ്മപ്പെടുത്തുകയാണ്, സുമ്മ യമൂത്ത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുകയാണ്. അതിനു മുമ്പ് തന്നെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളം പുറപ്പെടുക. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുമ്മ യമൂത്ത്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, റൗളയിൽ എൻ്റെ കൂടെ റസൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ ആദ്യം റൗളയിൽ നിന്നും എണീറ്റ് വരുന്നത് ഞാനാണ് സ്വഹാബ. മദീനയിൽ നിന്നും എണീറ്റ് വരുന്നത് ഞാനാണ് സ്വഹാബ. പക്ഷേ എൻ്റെ കൂടെ ആരും ഉണ്ടാകും. അന്നേരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം നാളെ മഹ്ശറയിലേക്ക് എണീറ്റ് വരപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതിനോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നത് ലോകത്തിന്റെ ഷഫീഉ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ഖിയാമത്ത് നാളിന്റെ വലയടയാളം ആകാശവാനലോകത്തുനിന്നും അതാ ഒരു പുക പുറപ്പെടുകയാണ്. രണ്ടാമത്തെ അടയാളം ദജ്ജാൽ പുറപ്പെടുകയാണ്. മൂന്നാമത്തെ അടയാളം അതാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്, ലോകത്തിന്റെ ഷഫീ പഠിപ്പിച്ചു തന്നത് നുസൂലുൽ ഈസാ ഇബ്നു മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നാലാമത്തത് യഅജൂജ് വൽ ഇറങ്ങി വരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെയും ബദറുൽ തീരം എന്ന് പറയുന്ന പരിശുദ്ധ യൂട്യൂബിൽ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഈ ഉള്ളവൻ ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ഉള്ളവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീഖ് ബദരി ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ചെറിയൊരു ദുആ ചെയ്താൽ നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ്